നമസ്കാരം. MBBS വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് സംശയങ്ങൾക്ക് ഇവർക്കുണ്ടായിരിക്കും. ഇവർക്ക് വരുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊക്കെ സംശയങ്ങൾ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഒരു ഡോക്ടർ ഉണ്ട്. ഡോക്ടർ നമുക്ക് പരിചയപ്പെടാം. ഹായ്, ഐ ഡോക്ടർ മിസർ. ഞാൻ കോഴിക്കോടുകാരനാണ്. ഞാൻ ഉക്രൈനിൽ നിന്നാണ് MBBS ഗ്രാജുവേറ്റ് ആയിട്ടുള്ളത്. ഈ കഴിഞ്ഞ ജൂലൈ 6 നടന്ന FMG എക്സാം അൽഹംദുലില്ലാ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ക്രാക്ക് ചെയ്യാനും പറ്റിയ ഒരാളാണ്. അപ്പം എൻ്റെ ഒരു അനുഭവങ്ങളും എൻ്റെ ഒരു 6 വർഷത്തെ മെഡിക്കൽ ജേണിയും ഞാനിവിടെ നിങ്ങളായിട്ട് പങ്കുവെക്കാം. ആദ്യമായിട്ട് നമ്മുടെ ഒരു ക്വസ്റ്റ്യൻ വെച്ചാല് MBBS എന്ന് പറയുന്ന പ്രൊഫഷൻ, ഓക്കെ, എന്തുകൊണ്ട് നിങ്ങൾ MBBS എന്ന് പറയുന്ന പ്രൊഫഷൻ ചൂസ് ചെയ്തു എന്നുള്ളതാണ്. കാരണം ഒരുപാട് പ്രൊഫഷൻസ് ഉണ്ട്, ഒരുപാട് കോഴ്സുകളുണ്ട്. പ്രത്യേകിച്ച് +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥികൾക്കൊക്കെ ആണെങ്കിൽ കടല് പോലെ ഒരുപാട് കോഴ്സുകൾ നിരന്ന് നിൽക്കുന്നുണ്ട്. അതിൽ നിന്ന് നിങ്ങൾ എന്തുകൊണ്ട് MBBS ചൂസ് ചെയ്തു എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ അത് നിങ്ങൾ ഈ പറഞ്ഞപ്പോൾ ഇവിടെ ഒരുപാട് കോഴ്സുകൾ ഉണ്ടെന്നുള്ളത്. ഇപ്പം ഞാനതിനെ എൻ്റെ ഒരു +2 കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് നമ്മൾ ഇനി എന്ത് ചെയ്യും എന്നുള്ളൊരു മുമ്പോട്ട് ഇനി ഏത് കോഴ്സ് എടുത്ത് പോകും എന്നുള്ള ഒരു മൊമെന്റിൽ നിൽക്കുമ്പോൾ ഞാൻ അവിടെ അന്ന് റൂൾ ഔട്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. എനിക്ക് പോകാൻ പറ്റുന്നതിലോട്ട് എത്താനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം ഞാൻ കാണുന്നത് റൂൾ ഔട്ട് ചെയ്ത് എടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ നിന്ന് എന്റെ ഉദ്ദേശം ഒരു പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം എന്ന് തന്നെയായിരുന്നു. ഒരു പ്രൊഫഷണൽ കോഴ്സ് MBBS എന്നുള്ളതിന്റെ അപ്പുറത്ത് എനിക്ക് പ്രൊഫഷണൽ കോഴ്സ് എടുക്കണം എന്നുള്ളതാണ്. അത് ഒരു പേരിന് മുമ്പായിട്ട് ഒരു ഡോക്ടർ, എഞ്ചിനീയർ എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് നമ്മുടെ ഒരു പ്രൊഫഷൻ, നമ്മുടെ പേരിന്റെ കൂടെ നമ്മുടെ ജീവിതത്തിന് ശേഷവും നമ്മുടെ കൂടെ വേണം. അങ്ങനത്തെ ഒരു പ്രൊഫഷൻ വേണം എന്നുള്ളതായിരുന്നു എന്റെ ഒരു ആഗ്രഹം. അപ്പൊ അതില് എനിക്ക് പിന്നെ ഞാൻ നോക്കിയത് എനിക്കതിൽ താല്പര്യമുള്ള വിഷയങ്ങൾ. അപ്പൊ എനിക്ക് +1 നിന്നും +2 ആണെങ്കിലും സയൻസ് അല്ലെങ്കിൽ ബയോളജി എനിക്ക് താല്പര്യമുള്ള വിഷയമാണ്. താല്പര്യമുള്ള വിഷയം മീൻസ് എനിക്ക് ആ വിഷയങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കാനും അതിന് കൂടുതൽ പഠിക്കാനുള്ള ഒരു ആഗ്രഹമുള്ള. അപ്പൊ അങ്ങനെ ഞാൻ ഒരു MBBS എന്നുള്ളൊരു മാത്രമല്ല, പിന്നെ എനിക്ക് എന്റെ ഫാമിലിയിൽ എന്റെ ഇക്ക ഡോക്ടറാണ്. അപ്പം ആളും കൂടെ ആ ഒരു പ്രൊഫഷൻ തെരഞ്ഞെടുത്തോട് കൂടിയിട്ട് ഞാൻ ഇനി ഡോക്ടറാക്കാൻ തീരുമാനിച്ചു. അതില് അങ്ങനല്ല, അങ്ങനെ വീട്ടുകാരുടെ ഒരു തീരുമാനത്തിലൊന്നും അല്ല, നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം എനിക്ക് അതാവാം, പിന്നെ ഞാനും ഒരു ഡോക്ടറാവുന്നതായിരിക്കും നല്ലത് എന്നുള്ളത് എനിക്കും തോന്നുന്നു. അപ്പൊ അങ്ങനെ ഞാൻ പിന്നെ അബ്രോഡ് നാട്ടിൽ തന്നെ ഫസ്റ്റ് നാട്ടിൽ തന്നെ ഏതൊരു +2 കഴിഞ്ഞിട്ടുള്ള വിദ്യാർത്ഥി ശ്രമിക്കുക നാട്ടിൽ MBBS സീറ്റ് കിട്ടണം എന്നുള്ളതാണല്ലോ. അപ്പൊ എനിക്കതില് പലരും പറഞ്ഞു നീറ്റ് റിപ്പീറ്റ് ചെയ്യണം. അപ്പം ഞാനതിന് എനിക്ക് നീറ്റ് റിപ്പീറ്റ് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തു. പക്ഷെ എനിക്ക് അതിന് മുമ്പ് ഒരു വർഷം നീറ്റിന് ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അതിന്റെ ഒരു അനുഭവം എന്തായിരിക്കും എന്ന് കൂടെ അറിയണമായിരുന്നു. അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ക്രാഷ് കോഴ്സിനാണ് ആദ്യം ജോയിൻ ചെയ്തത്. 2 മാസം വരുന്ന ക്രാഷ് കോഴ്സ് ആദ്യം ജോയിൻ ചെയ്തു. അപ്പം ക്രാഷ് കോഴ്സിന് ഞാൻ ജോയിൻ ചെയ്ത് അതിൽ ഒരു 2 മന്ത്സിന്റെ ക്രാഷ് കോഴ്സിലൂടെ എനിക്ക് മനസ്സിലായി. അപ്പം നീറ്റ് റിപ്പീറ്റ് എന്ന് പറയുന്നത് അതിനുശേഷം നീറ്റും എക്സാമും എഴുതി. പക്ഷെ നീറ്റ് എന്ന് പറയുന്നത് നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. പക്ഷെ എങ്കിലും അതില് നമ്മൾ ഒരുപാട് സാക്രിഫൈസ് ചെയ്യാം. അതെ, നമ്മളത് എത്ര ചെയ്യേണ്ടി വരും. മിനിമം അത് 1 വർഷം കിട്ടിയില്ല, അടുത്ത സെക്കൻഡ് ഇയർ നോക്കണം. എന്നിട്ടും കിട്ടിയില്ല, നമ്മൾ അടുത്ത 3rd ഇയറിലോട്ട് നോക്കണം. അപ്പൊ ഇതില് ഞാൻ അറിഞ്ഞിടത്തോളം ഒട്ടുമിക്ക പേരും ഈ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും കിട്ടാഞ്ഞിട്ട് പിന്നെ മറ്റുള്ള ഏതെങ്കിലും ഡിഗ്രി കോഴ്സിന് ജോയിൻ ചെയ്യുന്നവർ അത് സർവ്വസ്വാഭാവികമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര്. ഞാൻ ഈവൻ ഈ ക്രാഷ് കോഴ്സിന് പോകുമ്പോൾ അവിടെ എന്റെ സീനിയർ ആയിട്ട് പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ വർഷവും കിട്ടിയിട്ടില്ല, അതിനുശേഷവും കിട്ടിയിട്ടില്ല. അവരൊക്കെ ഇന്ന് വേറെ ഏതൊക്കെയോ കോഴ്സ് എടുത്ത് പോയിരിക്കുന്നു. അപ്പൊ ഇങ്ങനെ ആ ഒരു അനുഭവങ്ങളൊക്കെ എനിക്ക് അവിടെ നിന്ന് കിട്ടി. അങ്ങനെയാണ് പിന്നെ ഞാൻ അങ്ങനെ ഒരു വർഷം കളയണ്ട. മാത്രമല്ല ഞാൻ ഇച്ചിരൂടെ എനിക്കൊരു ഗ്ലോബൽ സിറ്റിസൺ ആവണം, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയണം അപ്പൊ എന്നുള്ളൊരു കാഴ്ചപ്പാടൂടെ ഉണ്ട്. അപ്പൊ എനിക്കപ്പം ഒരു യൂറോപ്പിലേക്ക് പോവാം. പിന്നെ താരതമ്യേന നമുക്ക് ഇന്ത്യയിൽ അന്ന് NRI സീറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമുക്ക് അതിനേക്കാളും നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും പിന്നെ നമ്മൾ ഇച്ചിരൂടെ ആഗ്രഹിക്കുന്ന, നമ്മൾ എന്നും സ്വപ്നം കാണുന്ന ഒരു രാജ്യത്തും കൂടി ആവുമ്പോൾ നമുക്ക് ഇച്ചിരൂടെ പഠിക്കാനുള്ള ഒരു ആഗ്രഹം കൂടും. അപ്പൊ ആ തീരുമാനം ഇപ്പൊ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് നല്ലതായിരുന്നോ, അല്ലെങ്കിൽ അത് അന്ന് ചെയ്തത് മണ്ടത്തരായിരുന്നു, അല്ലെങ്കിൽ അത് മോശമായിരുന്നോ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നു? ഇല്ല, അങ്ങനെ മണ്ടത്തരായിരുന്നു അല്ലെങ്കിൽ മോശമായി പോയെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരിക്കലല്ല. ഒന്ന് അതൊരു ബെറ്റർ ഡിസിഷൻ ആയിരുന്നു തോന്നുന്നു. തീർച്ചയായിട്ടും ഞാൻ എടുത്ത ഡിസിഷൻ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ തന്നെയായിരുന്നു.
ഇന്ന് എനിക്ക് എന്റെ ഡോക്ടർ വന്നിട്ട് എന്റെ മെഡിക്കൽ ഡിഗ്രി എന്റെ കയ്യിലുണ്ട്. പിന്നെ അൽഹംദുലില്ലാ ഞാൻ അതേപോലെ നിങ്ങൾ FMG ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സായി. FMG ക്ലിയർ ചെയ്യാൻ പറ്റി. വെറും 4 മാസത്തെ നമുക്കറിയാം 4 മാസം വെറും 4 മാസം മാത്രമേ ബുക്സ് മറിച്ച് നോക്കിയിട്ടുള്ളൂ. അത്യാവശ്യം എഫേർട്ട് എടുത്തിട്ടുണ്ട്. എങ്ങനെയായിരുന്നു FMGയുടെ? ഇപ്പൊ എല്ലാവരും പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടുള്ള എക്സാം ആണെന്ന് എല്ലാ ആളുകളും പറയുന്നത്. പക്ഷെ എനിക്കറിയാം നമ്മളെ അഡ്മിഷനിൽ പോയിരിക്കും നമ്മുടെ കുട്ടികൾ എല്ലാവരും പാസ്സായിട്ടുണ്ട്. പാസ്സാവാത്തൊരു ആരുമില്ല. ഫസ്റ്റ് ഓർ സെക്കൻഡ് അറ്റംപ്റ്റ് പാസ്സായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങളൊരു ഒരു എക്സ്പീരിയൻസ് എന്താ അതിനകത്ത്? അതില് ഇപ്പൊ നമ്മള് FMGയുടെ കാര്യത്തിലോട്ട് പോവാണെങ്കിൽ എനിക്കതിൽ തോന്നിയിട്ടുള്ളൊരു, ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം മെയിനായിട്ട്, ഈ FMG എന്ന് പറയുന്നത് ഒന്ന് എക്സാം ടഫാണ്. നമ്മുടെ നീറ്റ് PG എക്സാം എങ്ങനെയാണോ അതേ പാറ്റേണിൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു എക്സാം ആണ് FMG എക്സാം. പിന്നെ FMG എക്സാമിൽ നമുക്ക് നമ്മുടെ മെഡിസിന്റെ 19 സബ്ജക്റ്റും ഇൻക്ലൂഡഡ് ആണ്. 1-2 സബ്ജക്റ്റ് അല്ല. നമ്മൾ ഇപ്പം നാട്ടിൽ ഒരാൾ MBBS പഠിക്കുന്ന ഒരാൾക്ക് ആളുടെ ഓരോ ഇയറിലെ സബ്ജക്റ്റുകൾ കഴിഞ്ഞിട്ടാണ് ആള് ഗ്രാജുവേറ്റ് ആവുന്നത്. ഫൈനൽ ഇയറിന്റെ സബ്ജക്ട്സിന്റെ കഴിഞ്ഞ ആൾ ഗ്രാജുവേറ്റ് ആവുന്നത്, നേരെ വർക്ക് ചെയ്യാണ്. നമ്മൾ ഇതേപോലെ വിദേശത്ത് നിന്ന് ഓരോ സബ്ജക്റ്റിന്റെയും ഓരോ ഇയറിൽ സെമസ്റ്റർ വൈസ് എക്സാംസും ഇയർ ബൈ എക്സാംസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ അവിടുത്തെ ഗ്രാജുവേറ്റ് ആയത്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഇയർ മുതൽ 6ാമത്തെ വർഷം വരെ പഠിച്ചിട്ടുള്ള മെഡിസിന്റെ 19 സബ്ജക്റ്റും ഇൻക്ലൂഡ് ആവുന്ന ഒറ്റൊരു എക്സാം അറ്റൻഡ് ചെയ്യാണ്. അതാണ് FMG എന്ന് പറയുന്ന എക്സാം. അതൊരു പിന്നെ അതിലെനിക്ക് തോന്നിയിട്ടുള്ള കാര്യം, ഇതിന്റെ ഒരു റീകോളിംഗ് സ്റ്റേജ് ആണ് ശരിക്കും നമുക്ക് ആ ഒരു പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഒരിക്കലും പുതുതായിട്ട് പഠിക്കാനുള്ള ഒരു സമയമല്ല. അത് അങ്ങനെ പഠിച്ചാൽ തീരുന്നതല്ല മെഡിസിൻ. 4 മാസം കൊണ്ടോ 5 മാസം കൊണ്ടോ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്നതല്ല മെഡിസിൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്കത് നമ്മൾ ഇത്രയും കാലം പഠിച്ചിട്ടുള്ള കാര്യങ്ങളെ ഒന്ന് റീകോൾ ചെയ്യുക, നമുക്ക് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് ആഡ് ഓൺ ചെയ്യുക അതില്. അതാണ് FMGയുടെ പ്രിപ്പറേഷൻ. അത് വേണ്ടതുപോലെ ഒരു കുട്ടി ചെയ്ത് കഴിഞ്ഞാൽ പാസ്സാവും എന്നുള്ളതാണ് ഞാൻ കണ്ടത്. കാരണം അതിന് എനിക്ക് പൊതുവെ ഇതില് ആളുകൾ ഈ FMGയുടെ പാസ് പെർസെന്റേജ് കുറയുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലെനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ FMG കിട്ടാത്ത ആളുകളായിട്ട് തോന്നിയിട്ടുള്ളത്, പൊതുവെ നമ്മളിപ്പോ ഒരു 6 വർഷത്തെ ഒരു വിദേശത്തെ MBBS പ്രോഗ്രാം ഇത് കംപ്ലീറ്റ് ചെയ്ത് വരുന്ന ഒരാളുടെ ഒരു മെന്റാലിറ്റി എന്ന് പറയുന്നത് നമ്മൾ അതിന്റെ ഒരു ഹാങ് ഓവറിലാണ് ഉണ്ടാകുന്നത്. നമ്മൾ 6 വർഷം കഴിഞ്ഞു ഒന്ന് ഫ്രീ ആയല്ലോ എന്നുള്ള ഒരു ധാരണയിൽ വരുന്ന, നമ്മൾ 6 വർഷം പുറത്ത് പഠിച്ച് നമ്മൾ വെക്കേഷൻ ഒക്കെ വന്ന് പോകുന്നുണ്ടെങ്കിലും 6 വർഷത്തെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞിട്ട് നമ്മൾ നാട്ടിൽ വന്നിരിക്കുകയാണ്. അപ്പൊ നമുക്ക് നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അല്ലെ, നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനുണ്ട്, നമുക്ക് നമ്മുടെ ഒരു വൈബിലോട്ട് നമ്മൾ തിരിച്ചു കയറാൻ കിട്ടിയ ഒരു സമയം എന്നൊക്കെ നമുക്ക് അതായത് അപ്പം നമുക്ക് ഇത്രയും വർഷമായിട്ട് നമ്മൾ 5-6 വർഷം ഞാനൊരു ഏതോ ഒരു രാജ്യത്തിരുന്ന് പഠിക്കുമായിരുന്നു. അവിടെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ഉണ്ടെങ്കിലും നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് വന്നതിന്റെ ഒരു ഹാങ് ഓവർ ഉണ്ട്. അതിലൂടെയാണ് പൊതുവെ ആളുകൾ പോവുക. അപ്പൊ ഈ ഒരു പ്രിപ്പറേഷന് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുന്നവരുണ്ടാവും, ജോയിൻ ചെയ്യാതെ ഫസ്റ്റ് അറ്റംപ്റ്റ് അങ്ങനെ ഞാൻ ഫസ്റ്റ് അറ്റംപ്റ്റ് ചുമ്മാ എഴുതുവാണ്, അല്ലെങ്കിൽ വീട്ടിലിരുന്ന് പഠിക്കുവാണ് എന്നൊക്കെ പറയുന്നവരുണ്ടാവും. എവിടെന്നെങ്കിലും കുറച്ച് നോട്ട്സ് ഒക്കെ കിട്ടി അതൊക്കെ ചുമ്മാ ഒന്ന് നോക്കി പോകുന്നവരുണ്ടാവും. അപ്പം ഇങ്ങനെ പോകുന്നവർക്കും 130-135 ഒക്കെ സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതാണ് FMGയുടെ പ്രത്യേകത. കാരണം ഇവരാരും ഒരു നോളജ് ഇല്ലാത്തവരല്ലല്ലോ, MBBS ഗ്രാജുവേറ്റ് ആയിട്ടുള്ളവരാണ്. പക്ഷെ അവർ FMGയുടെ പാറ്റേണിലോട്ട് പ്രിപ്പറേഷൻ കൊണ്ടുവന്നില്ല എന്നുള്ളതാണ് അവർ ചെയ്ത മിസ്റ്റേക്ക്. അത് നമ്മുടെ നീറ്റ് ഒക്കെ ഇതേപോലെ, കാരണം ചില നീറ്റ് കുട്ടികൾ ഇത് പറയാറുണ്ട്, സാറേ ആൻസർ ഒക്കെ എനിക്കറിയാം പക്ഷെ എനിക്ക് ടൈം കിട്ടിയില്ല, സമയം കിട്ടിയില്ല. അവ ശരിക്കും നീറ്റ് ക്രാഷ് കോഴ്സിലൊക്കെ ശരിക്കും പഠിപ്പിക്കുന്നത് ആ ഒരു ടൈം ഒരു മാനേജ്മെന്റ് മാനേജ് ചെയ്യാം നമുക്ക്. അത് ഒരു പക്ക റീകോളിംഗ് ആണ്. നമ്മുടെ ഈവൻ നീറ്റ് PG ചെയ്യുന്നത് നമ്മുടെ നാട്ടില് നമ്മുടെ ഈ രാജ്യത്തെ 5-10 കൊല്ലം മേ ബി അല്ലെങ്കിൽ 2-3 വർഷമൊക്കെ മിനിമം എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ് ആണ്, ക്ലിനിക്കലി എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സ്, സെൽഫായിട്ട് ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡോക്ടേഴ്സ് ആണ് PG. അതും മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സ്. അപ്പൊ അതില് നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് സിസ്റ്റം ഉണ്ട് എന്ന് തന്നെയാണെങ്കിലും ഒട്ടുമിക്ക പേർക്കും അതിന്റെ ഒരു മിനിമം ക്രൈറ്റീരിയ കടക്കാൻ പറ്റുന്നില്ല. കാരണം അത് അവര് ചെയ്യുന്ന എന്താണ്, ഇതിൽ റാങ്ക് വാങ്ങിക്കുന്നവരാണെങ്കിലും ഇതില് പിന്നെ ഈ മിനിമം ക്രൈറ്റീരിയയുടെ മേളിൽ കിടക്കുന്നവരാണെങ്കിലും അവര് ഒരു മിനിമം സമയം ഒരു 4 മാസം 6 മാസം അവരുടെ ജോലിയും കാര്യങ്ങളും മാറ്റി വെച്ചിട്ട് ഇതിന്റെ പ്രിപ്പറേഷനിലോട്ട് അവർ ഇറങ്ങുന്നുണ്ട്. ഇവര് പഠിക്കാത്തവരാണോ? അല്ലല്ലോ. പക്ഷെ ഇതാണ് നമ്മുടെ കാരണം മനുഷ്യന്മാരാണ്. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യം തേർഡ് ഇയർ പുറത്ത് ഒരാൾക്കും 6 വർഷം പഠിച്ച്, പ്രത്യേകിച്ച് മെഡിസിൻ പോലത്തെ ഒരു കടൽ പോലുള്ള സബ്ജക്ട് ഒരിക്കലും ഒരാൾക്കും അങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റില്ല. അപ്പൊ അതൊക്കെ സാധാരണയാണ്. പക്ഷെ നമ്മൾ അതിനെ ഈ ഒരു സമയത്ത് എങ്ങനെ റീകോൾ ചെയ്തെടുക്കുന്നു എന്നുള്ളതാണ് FMGയുടെ പ്രിപ്പറേഷൻ. അത് വേണ്ടതുപോലെ അതിൻ്റെതായ രീതിയിൽ നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ട് നല്ല ഡെഡിക്കേഷനോട് കൂടെ നല്ല ഡിറ്റർമിനേഷനോട് കൂടെ
തന്നെ ഒരാൾ MBBS കഴിഞ്ഞ് വന്നിട്ട് ഇവിടുന്ന് പ്രിപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും FMG എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്രാക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എൻ്റെ ഒരു 4-4.5 മാസത്തോളം സമയം ഞാൻ അതിനു വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയ എന്നൊക്കെ ഞാൻ മാറി നിന്നു. എനിക്കത് ആ സമയം പറ്റിയെന്നുള്ളതാണ്. എനിക്ക് ആദ്യം ഒത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ എല്ലാം മാറ്റി വെച്ച് അത് ഇരുന്നപ്പോൾ ആ ഒരു ട്രാക്കിലോട്ടായി. അൽഹംദുലില്ലാഹ് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ നല്ലൊരു മാർക്കോട് കൂടി തന്നെ പാസ്സാവാൻ പറ്റി. കാരണം ഞാനിത് പറയാൻ കാര്യം നമ്മുടെ ഈ വർഷം ഇറങ്ങിയിരിക്കുന്ന ഒരുപാട് നമ്മുടെ സ്റ്റുഡൻസ് ഉണ്ട്, എല്ലാവരും പാസ്സായിട്ടുണ്ട്. അല്ല, പൊതുവെ FMG എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ പാസ്സാവുന്നവരാണ് ഏറ്റവും കൂടുതൽ എന്നാണ് പറയാം. 187 മാർക്കിലൊക്കെ 187 നമ്മുടെ കണ്ണൂരിലെ പയ്യനുണ്ട്. അപ്പം അത് പൊതുവെ FMG ഫസ്റ്റ് അറ്റംപ്റ്റിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പാസ്സാവുന്നതാണ് ഒരു പൊതുവെ പറയാറ്. കാരണം അതിന് വേറൊരു കാരണം, ഈ സെക്കൻഡ് അറ്റംപ്റ്റ് തേർഡ് അറ്റംപ്റ്റിലോട്ടൊക്കെ എത്തുമ്പോൾ പലരും അവര് ഫുൾ ആയിട്ടുള്ള ഒരു ഫുൾ ടൈം പ്രിപ്പറേഷൻ എന്നുള്ളത് മാറിയിട്ട് അവർ മേ ബി പിന്നെ എവിടെയെങ്കിലും അല്ലെങ്കിൽ GP ഒക്കെ ചെയ്യുന്നവരുണ്ടാവും. വേറൊരു ലൈഫിൽ നിന്ന്, കാരണം അവർക്ക് ഈ ഒരു സ്റ്റേജിൽ എത്തിയിരിക്കുന്ന എല്ലാവരും 26-27 ഇയേഴ്സ് ഓൾഡ് ആണ്. അപ്പൊ അവർക്ക് അവരുടെ ഒരു സെൽഫായിട്ടുള്ള പിന്നെ അവരുടെ ഒരു സെൽഫായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫൈനാൻഷ്യൽ ഇൻകം ആണെന്നുള്ളത് ആ ഒരു സ്റ്റേജിലാണ്, അതിന്റെ ഒരു പീക്ക് സ്റ്റേജിലാണ് നിൽക്കുന്നത്. അപ്പൊ അവർ വേറെ കാര്യങ്ങളായിട്ട് എൻഗേജ്ഡ് ആയിരിക്കും. അതിൽ നിന്ന് ഈ FMG എക്സാം ജസ്റ്റ് എഴുതാൻ വേണ്ടി വരുവാണ്. അപ്പൊ അത് പലപ്പോഴും പലർക്കും ക്രാക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് ഈ സെക്കൻഡും തേർഡ് അറ്റംപ്റ്റിൽ വലിയ അങ്ങനെ ഒരുപാട് പാസ് പെർസെന്റേജ് കൂടി വരാറ്. കറക്റ്റ് ഒരു 3-4 മാസം കറക്റ്റ് പ്രിപ്പയർ ചെയ്ത് കിട്ടും. 4 മാസത്തെ ഒരു പ്രിപ്പറേഷൻ, 4-5 മാസത്തെ. ഈ ജാനുവരിയിൽ എഴുതുന്ന കുട്ടികൾക്ക് 6-7 മാസത്തെ പ്രിപ്പറേഷൻ സമയം കിട്ടുന്നു. ജൂലൈ ടു ജാനുവരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഈ ഇതിന്റെ എക്സാമിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന് ബാക്കിയുള്ള പലരും തെറ്റിദ്ധാരണ, ഇതിനകത്ത് നെഗറ്റീവ് മാർക്കൊന്നുമില്ല. നെഗറ്റീവ് മാർക്കൊന്നും ഇതിനകത്ത് എത്ര ടൈം വേണമെങ്കിലും എഴുതാം. ഒരു വർഷത്തിൽ 2 തവണ തന്നെ എക്സാം കണ്ടക്ട് ചെയ്യുന്നു. പിന്നെ FMG മുമ്പുള്ള MCAയുടെ പിന്നെ നിയമപ്രകാരം എത്ര തവണ എഴുതാന്നുള്ളതുണ്ട്. ഈ പുതിയ ഇനി അങ്ങോട്ട് MCAയുടെ റൂൾ പ്രകാരം ഒരാൾ കോഴ്സ് കംപ്ലീറ്റ് ആയി 2 വർഷത്തിനുള്ളിൽ FMG ക്ലിയർ ചെയ്യണം എന്ന് പറയുമ്പോൾ ഒരാൾക്ക് 4 അറ്റംപ്റ്റ്. പിന്നെ അത് മാത്രമല്ല, പണ്ടൊക്കെ ഈ എക്സാം പിന്നെ ഡൽഹിയിലൊക്കെ പോയിട്ട് എഴുതിയിരുന്നത്. ഇപ്പൊ എക്സാമിന്റെ കഥ എങ്ങനെയാ? അല്ല, എക്സാം എഴുതാൻ ഇപ്പൊ നമുക്ക് കേരളത്തിലെ ഒട്ടുമിക്ക കേരളത്തിൽ ഇത് തന്നെ എഴുതാൻ പറ്റും. പിന്നെ സെന്ററുകൾ അവൈലബിൾ ആണ്. കോഴിക്കോട് ഉണ്ട്, നമ്മുടെ കലൂര് തന്നെ അല്ലേ? ഓക്കെ. അപ്പോൾ ഒന്നുകൂടി അത് ഈസിയായി അല്ലേ? മറ്റേത് പണ്ട് കാലത്തുകളിൽ ഞാൻ പഴയ നമ്മുടെ ഒരു 7 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഡോക്ടേഴ്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. MBBS പുറത്ത് പോയി പഠിച്ചിരിക്കുന്ന ഡോക്ടേഴ്സ് പറയുന്നുണ്ട് FMG ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഡൽഹിയിൽ പോയിട്ട് എക്സാം എഴുതണം, തീരെ കിട്ടൂല എന്നൊക്കെ. പക്ഷെ റീസെന്റ് ഇല്ല, ഇപ്പൊ 2-3 വർഷമായിട്ടുള്ള കുട്ടികൾ പറഞ്ഞിട്ട് വളരെ അതിന് മാത്രമുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, പെട്ടെന്ന് കിട്ടും എന്നുള്ള രീതിക്കാണ് കുട്ടികൾ പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ ഇപ്പം ആളുകള് ജനറേഷൻ മാറുന്ന ആളുകൾ അപ്ഡേറ്റ് ആവുന്നുണ്ട്. പിന്നെ ഇച്ചിരിയുടെ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യാനും അതിന്റെ പാഷനേറ്റഡ് ആയിട്ടുള്ള ആളുകളുമാണ്. അത് മുമ്പ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്പർ ഓഫ് സ്റ്റുഡൻസും കൂടുതലാണ്, പാസ് പെർസെന്റേജും ടോട്ടൽ നമ്പർ കൂടും അല്ലേ?